ഞങ്ങള് വെറ്ററൻ അത്ലറ്റിക് ഫെഡറേഷൻ കേരള സ്റ്റേറ്റിലെ ഭാരവാഹികളാണ്. വെറ്ററൻ അത്ലറ്റിക് ഫെഡറേഷൻ സംസ്ഥാന അഡ്വക്കേറ്റ് വി ഗിരീശൻ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി KGS കുമാർ, ഇത് 3 പേരാണ് ഞങ്ങള്. പിന്നെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് MR മനോജ്കുമാർ. ഞങ്ങൾ 3 പേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഞങ്ങള് ഫെഡറേഷനിലെ തൃശ്ശൂർ ജില്ലയിലെ മുൻ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടുള്ളതാണ്. ഇത്തവണ സംസ്ഥാന മെഗാ അത്ലറ്റിക് മീറ്റ് ഈ വരുന്ന ഡിസംബർ 21, 22 തീയതികളിലാണ് 20, 21 തീയതികളിലാണ് തൃശ്ശൂര് കുന്നംകുളം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായി നമ്മള് ആദ്യമായി ഞങ്ങൾ ഇവിടെയാണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. തൃശ്ശൂരാണ്, അതായത് തിരുവനന്തപുരത്താണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യമായി തിരുവനന്തപുരത്ത് യോഗം വിളിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ വി ഗിരീശൻ അവர்கள் നിങ്ങളോട് മറ്റു കാര്യങ്ങൾ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മള് വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1000-ഓളം പേര് കേരളത്തിലെ ഇതുവരെ ഒരുപക്ഷെ സംഘാടന മികവിൽ എല്ലാ രീതിയിലും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന മെഗാ ചാമ്പ്യൻഷിപ്പ് ഇതുവരെ ആരും തന്നെ നടത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം, വെറ്ററൻ അത്ലറ്റിക്സിന് സാധാരണ സ്കൂളായാലും ശരി, അതേപോലെ തന്നെ കോളേജ് തലമായാലും ശരി, അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായിക താരങ്ങളുടെ ആ പ്രയാണമൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് വീഴുകയാണ് സാധാരണ പോലെ. ഈ വെറ്ററൻ മീറ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കായിക രംഗത്തേക്കുള്ള പ്രവേശനം തികച്ചും അവർക്കൊരു മെഡലോ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 1ാം സ്ഥാനം നേടിയെന്നോ ഒന്നും പറയുന്നതിന് വേണ്ടിയിട്ടല്ല. പക്ഷെ അത് കളിയിലൂടെ ആരോഗ്യം, ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെറ്ററൻ സ്പോർട്സ് നടത്തുന്നത്. നമ്മുടെ വാഫ് എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ 14 ജില്ലകളിലും അതിന് ഔദ്യോഗികമായിട്ട് ജില്ലാ കമ്മിറ്റികൾ. ഞങ്ങളൊരു എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയുള്ള ഒരു പ്രവർത്തന മികവ് പുലർത്തി ഇപ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പ് 1000 പേരെ വെച്ചുകൊണ്ട് കുന്നംകുളത്തെ അത്ലറ്റിക് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചു ഞങ്ങള് മീറ്റ് ഡിസംബർ 20, 21 തീയതികളിൽ നടത്തുക. അതിന് 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചിരിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾക്കറിയാം. ഇന്ന് വിവിധ മേഖലകളില് കായിക രംഗത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് കായിക അധ്യാപകരായാലും ശരി, കായിക ലോകത്ത് പരിശീലനം നേടുന്ന ആളുകളായാലും ശരി, യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള കുട്ടികളായാലും ശരി, സ്കൂൾ കുട്ടികളായാലും ശരി, ഒക്കെ തന്നെ അവരെല്ലാവരും ബുദ്ധിമുട്ടും. നമ്മൾ ഈ നോക്കുന്ന നിങ്ങളുടെ ഈ പ്രസ് ക്ലബിന്റെ നേരെ പടിഞ്ഞാറ് വശമാണെന്ന് തോന്നുന്നു. പടിഞ്ഞാറ് വശത്തുള്ള ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ സർക്കാരിനെ വിളിക്കാമല്ലോ. ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഈ സെൻട്രൽ സ്റ്റേഡിയം ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഞാൻ പറയുന്നു, ആ വാക്ക് ഉപയോഗിക്കുന്നു. ഫണ്ടില്ല എന്ന് പറയും. ജനകീയ പങ്കാളിത്തത്തിന് ഒരു അപ്പീൽ കൊടുത്താൽ, സർക്കാർ അപ്പീൽ കൊടുത്താൽ ഈ തിരുവനന്തപുരത്തെ നമ്മുടെ ഈ പ്രസ് ക്ലബിന് മൂക്കിന് താഴെയുള്ള ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിയില്ലേ? കണ്ടില്ലേ? എന്നും കിടക്കുന്ന ഒരവസ്ഥ കണ്ടില്ലേ? ഒരു ക്യാപിറ്റൽ നഗറില്, തലസ്ഥാന നഗരിയിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റേഡിയങ്ങളുടെ അവസ്ഥയെ കുറിച്ചിട്ടൊന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ പോലെ തന്നെ ഈ രംഗത്ത്, കായിക രംഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ വയസ്സന്മാരാണ്. വയസ്സായ ആളുകൾ ഇപ്പോഴും പരിശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ എല്ലാ സർക്കാർ ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഞങ്ങളുടെ വെറ്ററൻ മീറ്റിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ച കുറച്ചൊക്കെ മരുന്നും പിടിച്ചതൊക്കെ ചെറിയൊരു കാശ് കൊടുക്കും. ഇതാണ് സാധാരണ അതിൽ പോയതിന്റെ ഒരു ഗുണം. പിന്നെ കിട്ടുന്നത് ഏറ്റവും വലിയൊരു ഗുണമാണ് നിത്യയൗവനം. അത് വേണ്ട നമുക്ക് ആ കാര്യമാണ് അവിടെ ചെന്നാ നടത്തുന്നത്.
5 കിലോമീറ്റർ നിങ്ങൾ കണ്ടഞ്ഞിട്ട് നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കായകനൊക്കെ എത്രത്തോളം പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയില്ല. 95 വയസ്സായ ആള് ഓടി മടലു വാങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. നിരന്തരമായ ഒരു പരിശ്രമം, നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നടന്നത്. തികച്ചും ആ ഒരു ആരോഗ്യമുള്ള ഒരു ജനത അതിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു മോട്ടോ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെ കളിയിലൂടെ ആരോഗ്യം എന്നതാണ്. തികച്ചും ഈ വെറ്ററൻസിന്റെ ഈ സംരംഭത്തെ അതിന് കേരളത്തിലെ മുഴുവൻ സ്റ്റേഡിയങ്ങളും ഇപ്പൊ ഞങ്ങള് തൃശ്ശൂർ കുന്നംകുളത്ത് സ്റ്റേഡിയം ഞങ്ങൾക്ക് കളിക്കാൻ 2 ദിവസത്തേക്ക് 20,000 രൂപ പ്ലസ് 2,000 രൂപ ക്ലീൻ എക്സ്പെൻസ് 22 ഒരു ദിവസം 14,000 വെച്ച് കൊടുക്കണം ഞങ്ങൾ ഈ വയസ്സന്മാര്. ഞങ്ങൾക്ക് ഇതിന് പോയിട്ട് ഇത്രേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിതം നയിക്കുന്നതാണ് ക്ഷേമരാഷ്ട്രം തന്നെ. അപ്പൊ ക്ഷേമരാഷ്ട്രത്തിൽ വയസ്സായി വരുന്ന ആളുകൾ എല്ലാ കാര്യത്തിലും പിന്തള്ളും, അവഗണനയാണ്. ശരി, അതൊന്നും കുഴപ്പമില്ല. ഈ കാര്യങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വയസ്സന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിനൊക്കെ ഭീമമായ ഫീസാണ് ഞങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. അത് പകുതിയാക്കി തരണം എന്നുള്ളൊരു അപ്പീലുകൂടി ഞങ്ങൾക്ക് പത്രദ്വാര അല്ലെങ്കിൽ ദൃശ്യമാധ്യമ രംഗത്തിലൂടെ ആവശ്യപ്പെടാൻ. പകുതി ഫീസ് പാവങ്ങൾ പലതിലും നമുക്കറിയാം. 60 വയസ്സ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ് പല പരിഗണനകളും കിട്ടുന്നതാണ്. ഈ രംഗത്ത് കായിക രംഗമാണ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾ ഉസൈപ്പോട്ടാവാനില്ല ഞങ്ങൾ ഓടുന്നത്. മനസ്സിലായോ? അപ്പൊ ഞങ്ങളുടെ ആരോഗ്യമാണ് സംരക്ഷണം. സർക്കാരിന് തന്നെയല്ലേ ആരോഗ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് തന്നെയല്ലേ അതിന്റെ സാമ്പത്തിക നഷ്ടം വരുന്നത്. അപ്പൊ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അദ്ദേഹം നിലനിർത്തുക എന്നതാണ് പരമമായ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ഈ ഉദ്യമം, അതായത് മെഗാ ചാമ്പ്യൻഷിപ്പാണ് വിശ്വപേരിൽ നടത്തുന്നത്. 2 വാക്ക് പറയാൻ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ KGS കുമാർ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ ഉദ്യമത്തിന്, ഈ സ്പോർട്സിന്, മെഗാ സ്പോർട്സിന് നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മാക്സിമം വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെയൊരു വേദി ഇവിടെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയതിനായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നിങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ഈ സ്പോർട്സിന് വേണ്ടിയുള്ള എല്ലാ കഴിവുകളും ഞങ്ങൾക്ക്, അതായത് ന്യൂസിൽ കൂടെ ഞങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എന്ന്, മാക്സിമം ഞങ്ങളെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഈ ആരോഗ്യം സംരക്ഷിക്കാൻ, ഈ വൃദ്ധന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളും കൂടെ ഒരു ചുമതല ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.